ലാൽകുമാർ നോക്കൂ, ഞാൻ പൊടിപ്പാറയോട് അന്വേഷിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിനെ ഒന്ന് അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ അന്വേഷിക്കാൻ ശ്രമിച്ചത്, ഈ കേരളത്തിൽ 10 വർഷമായി CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ് ഒരു തുടർ ഭരണത്തിലൂടെ അവർ ഉദ്ദേശിച്ച ഒരു ഘട്ടത്തിലേക്ക്, അവർക്ക് അടുപ്പിച്ചടുപ്പിച്ച് 2 ടേം കിട്ടിയപ്പോൾ എത്ര വേഗത്തിൽ കാര്യങ്ങളിലേക്ക്, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പല പ്രതിസന്ധികൾ ഉള്ളപ്പോഴും സാധിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നതിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ലാൽകുമാറിന് കിട്ടിയോ ഉത്തരം? അല്ല, നോക്കൂ, ഇതിനകത്ത് പൊടിപ്പാറ സാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷനെ നമ്മൾ നെഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു വാദം. ഞാൻ അങ്ങനെ കോൺഗ്രസ്സിന് കോൺട്രിബ്യൂഷൻ ഇല്ല എന്നും കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷനെ നെഗേറ്റ് ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നേ ഒരാളല്ല. അത് പൊടിപ്പാറ സാറിനറിയാം, എന്നെ കേൾക്കുന്നവർക്കറിയാം. സ്വാഭാവികമായിട്ടും നല്ലത് പറയും. അത് ആരാ പറയാത്തത്? എല്ലാവരും പറയും. ഇവിടെ പ്രശ്നം അതല്ല. നോക്കൂ, ഞാനതിനെ ഒരു വിശാല അർത്ഥത്തിൽ പൊടിപ്പാറ സാർ പറഞ്ഞതിനെ ഒന്ന് ഡൈസെക്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഡൈസെക്ഷൻ്റെ പ്രത്യേകത നോക്കൂ, കോൺഗ്രസ് പാർട്ടി ഒരു നാഷണൽ പാർട്ടിയാണ്. ആ നാഷണൽ പാർട്ടിക്ക് ഒരു സ്കീമുണ്ട്, എങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇടപെടണം എന്നുള്ളൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ അതിനൊരു നാഷണൽ കോൺഷ്യസ്നെസ്സും ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രം നെഹ്റുവിയൻ ചിന്താഗതി ഉണ്ടാകുന്നു? ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഘപരിവാർ ഏതാണ്, കോൺഗ്രസ് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇടപെടുന്ന ഒരു കോൺഗ്രസ്സാണ് കർണാടകത്തിലെ കോൺഗ്രസ്. ഞാൻ കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഡിബേറ്റിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു നേച്ചർ എടുക്കുക, ഇപ്പോൾ ഗുജറാത്തിലെടുക്കുക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെടുക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ പറയുന്ന പൊടിപ്പാറ സാർ അട്രിബ്യൂട്ട് ചെയ്ത ഒരു നെഹ്റുവിയൻ ഫീച്ചർ അതിനകത്ത് വരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും, അടിയുറച്ചു പറയും, ഇവിടെ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണെന്ന്. കാര്യം CPM-ൻ്റെ നേതൃത്വത്തിലുള്ളൊരു മുന്നണി വരച്ചിരിക്കുന്നൊരു കളമുണ്ട്. ആ കളം ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കളമാണ്. അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷ കളം ഇല്ല എങ്കിൽ, ഈ സംസ്ഥാനത്ത് നെഹ്റുവിയൻ രാഷ്ട്രീയമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസ്സിനുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇടതുപക്ഷ മൂല്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാനത്തിൽ പോലും, മറ്റൊരു സംസ്ഥാനത്തിൽ പോലും ഈ പറയുന്ന നെഹ്റുവിയൻ ഫീച്ചറിൽ കൂടെ യാത്ര ചെയ്യുന്നേ ഇല്ല കോൺഗ്രസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭൂപരിഷ്കരണം കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യം കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ പല പോളിസീസും കണ്ടിന്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അതല്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളതുകൊണ്ടാണ്. അതിന് കാരണം അത് ഇടതുപക്ഷം വരച്ചിരിക്കുന്ന കളമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് പറയാം. നോക്കൂ, 20-ാം നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പം, 21-ാം നൂറ്റാണ്ടിൽ 26 വർഷമായല്ലേ ഉള്ളൂ. അതിനകത്തെ 10 വർഷം, അതിനു മുമ്പ് ഉമ്മൻചാണ്ടി 5 വർഷം ഭരിക്കുന്നു. അതിനു മുമ്പ് CPIM-ൻ്റെ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഭരണം നടന്നു. അത് അത്രയും നടന്നിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ, അല്ലേ? അത്രയും സർക്കാരുകളെ വന്നിട്ടുള്ളൂ. ആ സർക്കാരിൻ്റെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം, എങ്ങനെ സർവീസ് ഓറിയൻറ്റഡ് ആകാം, എങ്ങനെ ഗ്ലോബൽ വേൾഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകാം, എത്ര കറപ്ഷൻ ഫ്രീ ആകാം എന്നുള്ള ചോദ്യങ്ങൾ ലോകം മുന്നോട്ട് ചോദിക്കുമ്പം അതിന് നമ്മൾ മറുപടി പറയുന്നതിനോടൊപ്പം, കാര്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയി മാത്രമേ മുന്നോട്ട് നീക്കാൻ പറ്റൂ എന്ന ഉത്തമ ബോധ്യത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് പോലെ അതിന് ആ അടിയുറച്ച മൂല്യങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ അടിയുറച്ച മൂല്യങ്ങളായ എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ പിടിവിടാതെ അത് കട്ടയ്ക്ക് പിടിച്ച് പബ്ലിക് സെക്ടറിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു റയർ കോമ്പിനേഷൻ നമുക്കിപ്പോൾ കാണാം. അത് നേരത്തെ ഉള്ളൊരു കോമ്പിനേഷൻ അല്ല.